ഹായ് ഹലോ അസ്സാമു അലൈക്കും. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള മക്രോണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ ബീഫും മക്രോണിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബീഫ് നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു മെത്തേഡാണ് കേട്ടോ. ബീഫും മുറിക്കാൻ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുക. കത്തി ഇങ്ങനെ കാൽമേൽ ഇറുക്കി പിടിച്ചിട്ട് ഇതാണ് എനിക്ക് എളുപ്പം തോന്നിയിട്ടുള്ളത്. എൻ്റെ അമ്മയും വലിയമ്മയൊക്കെ ചെയ്യുന്നത് ഞാനും ഇങ്ങനെയാണ് ചെയ്യുക. ഇതാകുമ്പോൾ എനിക്ക് എളുപ്പം തോന്നിയിട്ടുണ്ട്. കത്രികേനെ കൊണ്ട് കത്തീനെ കൊണ്ടൊന്നും എനിക്കത്ര എളുപ്പം തോന്നിയിട്ടില്ല. അങ്ങനെ ഇറച്ചിയൊക്കെ നല്ലോണം പീസാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കണം. അങ്ങനെ ഇതാ ഇറച്ചിയൊക്കെ നല്ലോണം 2-3-4 വട്ടം കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ ഇത്രയും സാധനങ്ങൾ വേണം. ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ചപ്പും പൊതിന അതും വേണം. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ഉരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് ഇടിച്ചെടുക്കണം. അങ്ങനെ അതാ ഇഞ്ചി വെളുത്തുള്ളി സെറ്റായിക്കണേ. അതാ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം സെറ്റാക്കി കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ കുക്കർ ചൂടായി. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉലുവട, പിന്നെ നമ്മൾ ഇടിച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നാണ്. ഇനി ഇതിലേക്ക് നമ്മളെ വെജിറ്റബിൾസ് ആദ്യം തന്നെ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത് എല്ലാം ഒരുമിച്ച് ഇടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നാൽ പെട്ടെന്ന് ഉള്ളി വാടി കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്ത് ഉള്ളി ഒന്ന് വാടുന്ന വരെ ഇളക്കിയെടുക്കാം. അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തക്കാളി ഇടാൻ പോവാണ്. ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ബീഫിൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പള്ളേ കാണാൻ തുടങ്ങി. രാവിലെ ഒരു കാൽച്ചായ കുടിക്കൽ പതിവുണ്ട്. അത് കുടിച്ചിട്ടില്ല. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഞാൻ പണിയിലേക്ക് നിന്ന്. അപ്പോൾ വിചാരിച്ച് ഒരു ചായ ഉണ്ടാക്കി കുടിക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ ഇത് വാടുന്ന ടൈമുണ്ടല്ലോ, അപ്പം അങ്ങനെ ചായ കുടിക്കാൻ പോവാണേ. അങ്ങനെ ഞാനിതാ ഹോട്ടലിൽ നിന്ന് ഒരു പത്തിരി വാങ്ങിയിരുന്നു. മോനെ മദ്രസിലാക്കി വരുമ്പം എന്തെങ്കിലും ചായക്ക് കടിയൊന്നും ഇല്ലാത്ത ടൈമിൽ ഞാൻ അങ്ങനെ വാങ്ങും. അങ്ങനെ ഞാൻ അതും കൂട്ടി ചായയൊക്കെ കുടിച്ച് അതൊക്കെ അതാ നല്ലോണം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ വിസിൽ വരുത്ത ആളല്ലേ, അപ്പോൾ വല്ലാണ്ടൊന്ന് വഴറ്റി ഇതാക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർക്കാം. അങ്ങനെ ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ബീഫ് മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ചുകൂടെ ഉപ്പൊക്കെ ഇട്ട് എല്ലാം ഇട്ട് പൊടികളെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പൊടികളെല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തുക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് അടിയിൽ നിന്ന് ഫുള്ളായിട്ട് കൊണ്ട് മിക്സ് ചെയ്യാൻ പോകണേ.
അങ്ങനെ മിക്സിങ് കഴിഞ്ഞ് കുക്കർ ഹൈ ഫ്ലെയിമിൽ വേവിക്കാൻ വെക്കുക. ഹൈ ഫ്ലെയിമിൽ നിന്ന് ഒരു വിസിൽ വന്നിപ്പോൾ എൻ്റെ, അപ്പോൾ ഞാൻ എന്തെങ്കിലും ലോ ഫ്ലെയിം ആക്കി വെച്ചു. അങ്ങനെ ഒരു 8-9 വിസിൽ വന്നാൽ ബീഫ് ഓഫാക്കി വെക്കാം. ഇനിയിപ്പോൾ അതാ റാക്കുമ്മലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനുണ്ട്. അപ്പോൾ അതാണ് പണി. അതാ ഞാൻ മക്രോണി വേവിക്കാനുള്ള വെള്ളം വെച്ചിക്കണേ. നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് ഓയിൽ ഒഴിക്കുക. ഇത് തിളച്ച് വന്നാലാണ് ഈ മക്രോണി പാസ്ത എന്നൊക്കെ പറയില്ലേ ചിലർ, നമ്മളിവിടെ മക്രോണി എന്നാണ് പറയുക. ഇതിട്ട് കൊടുക്കുക. ഓയിൽ ഉണ്ടായിക്കോട്ടെ, കാരണം അത് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്നൊരു സാധനമാണല്ലോ. വെള്ളം നല്ലോണം തിളച്ചിക്കണം. ഇനി ഇതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കുക. മക്രോണി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഒരു കൈൽക്കണ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. അങ്ങനെ ഇതാ നമ്മളെ മക്രോണി വെന്തിക്കണേ. നല്ലോണം ഒന്ന് വെന്തിക്കണമെന്നൊന്ന് നോക്കിക്കളാം. കിട്ടണില്ല, ഭയങ്കര വഴുവഴുപ്പാണുള്ളത്. സംഭവം വെന്തിക്കണേ. വല്ലാതെ ഉടഞ്ഞു പോയാലും രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ ഒരു ലെവലിൽ നമുക്കിത് കൊട്ടയിലേക്ക് ഊറ്റിയെടുക്കാം. ഫസ്റ്റ് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. എന്നിട്ട് നമുക്ക് കൊട്ടയിലേക്ക് ഊറ്റിയെടുക്കാം. അപ്പോൾ അതാ നമ്മളെ ബീഫ് നല്ല അടിപൊളി ഗ്രേവി ആയിട്ട് വന്നിക്കണേ. ഇനി ആദ്യം നമുക്കൊരു ചെമ്പട്ടിയിലേക്ക് ഈ മക്രോണി ഇടണം. പിന്നെ നമ്മളെ ഈ ഇറച്ചീൻ്റെ ഗ്രേവി അടക്കം ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊരു ചട്ടാകം കൊണ്ട് അടിയിന് മുകളിലേക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ആവുന്ന ലെവലിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിൽ ഗ്രേവി വേണമല്ലോ ഒക്കെ. അപ്പോൾ അതാ നമ്മളെ ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ള മക്രോണി ഇവിടെ റെഡിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.